നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2025 തന്നെ ഏറ്റവും കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ഉണ്ണി യേശുവിൻ്റെ പുൽക്കൂട് വർഷങ്ങളായിട്ടുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പുൽക്കൂട് ഒരുക്കാനായിട്ട് ഇന്നലെ വന്നത് ഫാസിലും അതുപോലെ തന്നെ ജീവൻദാസുമായിരുന്നു. ഏകദേശം അവർ ഉച്ചയായപ്പോൾ എത്തി. എന്നിട്ട് പോയി ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്നിട്ട് ഫാസിലാണ് ഇതിനകത്ത് മെയിൻ സർജൻ എന്ന് പറയൂലേ, അതുപോലെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന 10 വർഷമായിട്ട് അവൻ ഓരോ സ്ഥലത്ത് പുൽക്കൂട് ഒരുക്കുന്നതിൻ്റെ എക്സ്പെർട്ടാണ്. പോളി മാർബിളായിട്ടുള്ള ഒരു ഇതാണ് പുൽക്കൂടിൻ്റെ ഇതാണ്. പിന്നെ രാത്രി കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതിനുള്ളൊരു സെറ്റപ്പൊക്കെ അവരാണത് ചെയ്തു തന്നത്. എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പുൽക്കൂട് ഒരുക്കുന്നതും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഈ പ്രാവശ്യം നമുക്ക് പുൽക്കൂടൊക്കെ ഒരുക്കി ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വെച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം എല്ലാവർക്കും കൂടി ഉണ്ടാവും. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലിങ്ങനെ ഒരു പുൽക്കൂട് ഒരുക്കണമെന്നൊക്കെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോഴൊന്നും ഒരു സാഹചര്യം ഉണ്ടായില്ല. ഈ വർഷം എന്തായാലും ഇങ്ങനെ ഒരുക്കാൻ പറ്റി. 2025 അത് സാധിച്ചത്. നമ്മൾ ഉണ്ണീശോനെ വെച്ചിട്ടില്ല. ഉണ്ണീശോനെ രാത്രി ഒരു 24-ാം തീയതി രാത്രി ഒരു 12 മണി കഴിയുമ്പോൾ വെക്കാനാണ് എന്നോട് ഫാസിൽ പറഞ്ഞത്. അപ്പോൾ അപ്പോഴേ വെക്കുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെറിയ മെഴുകുതിരി 15-ൻ്റെ മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്താണ്. പകലിലെ ഒരു വ്യത്യാസം നൈറ്റിലെ ഒരു ചേഞ്ചസ് ആണ്. പകൽ വേറൊരു രീതിയിലാണ്, പക്ഷേ നൈറ്റിലാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളത്. കണ്ടില്ലേ, ആട്ടിടയനും അങ്ങനെയൊക്കെ ആ ഒരു ഏഞ്ചലും ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. വളരെയധികം ഭംഗി തന്നെയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനപ്പുറം ഒരു സന്തോഷമുണ്ട് അതിൽ. കാരണം ചെറിയൊരു പ്രായം തൊട്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിങ്ങനൊരു കൂടൊരുക്കണം. അപ്പോൾ അന്നൊരു സാഹചര്യം നമുക്കില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയി നോക്കും. ക്രിസ്മസിനൊക്കെ ആഘോഷിക്കുന്ന അവരുടെ കൂടെയൊക്കെ പങ്കുചേരുമെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വീട്ടിൽ ഇതുപോലൊരു പുൽക്കൂടൊക്കെ ഒരുക്കി ഇരിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലെ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇത് പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചു, പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പുൽക്കൂട് ഒരുക്കാനും അറിയില്ല. അപ്പോൾ ഫാസിൽ അതുപോലെ ജീവൻദാസൊക്കെ വന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് റെഡിയാക്കാം, ഈ പ്രാവശ്യം നിങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതാ പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ താഴെ മറ്റേ ബോർഡറൊക്കെ വെച്ചിട്ട് നമ്മൾ വൈറ്റ് ഇതൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു കാണാനായിട്ടൊരു ഭംഗിയുണ്ടാകും കുറച്ചുകൂടി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ അകത്തും പുറത്തുമായിട്ട് കുറച്ച് ലൈറ്റിങ്, പിന്നെ കുറച്ച് ആ പൂക്കളുടേതും. പിന്നെ ഇത് 15 രൂപ ഉള്ളൂ. മെഴുകുതിരി പോലെ കത്തും. നല്ല രസമായിരിക്കും രാത്രിയിൽ ചുറ്റും വെക്കാൻ നേരത്തൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കും തിരുമേനിയായിട്ട് എന്താണ് ഇങ്ങനൊരു പുൽക്കൂട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയിലാണ്, മതസൗഹാർദ്ദത്തിൻ്റെ നാടെന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഒരു പുൽക്കൂട് ഒരുക്കുക എന്നുള്ളത്. ഈ വർഷമാണ് അത് സാധ്യമായത്, എന്തുകൊണ്ടൊരു ഭാഗ്യം കൊണ്ട്. അപ്പോൾ അത് സാധിച്ചു. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനൊരു പുൽക്കൂടൊക്കെ ഒരുക്കി. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നിങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അപ്പോൾ പുൽക്കൂട് ഒരുക്കി ഉണ്ണീശുവിനെ അതിൽ വെക്കുക എന്ന് പറയാൻ നേരത്തെ അതിലും ഈ ക്രിസ്മസിന് വലിയൊരു കാര്യം വേറൊന്നും ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എൻ്റെ ഒരു ഫാമിലി എന്ന കണക്ക് ഞാൻ പറയുവാണ്, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്. അപ്പം വളരെയധികം സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.